എന്തായാലും ഗോപികൃഷ്ണൻ ഇന്ന് സിറ്റുവേഷൻ കുറച്ചുകൂടെ മോശമാകുന്നു. കാരണം ഒരു കരയുദ്ധത്തിനൊക്കെ ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യയും ചൈനയും വെറുതെ ഇരിക്കില്ല. നോർത്ത് കൊറിയ അവിടെ അദ്ദേഹം സജ്ജമായിട്ടിരിക്കുകയാണ്. ഹൂത്തികൾ പറയുന്നു അവർ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ചേരിതിരിഞ്ഞ് നമുക്ക് ഈ ശീതസമര കാലം പോലെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങുകയാണോ? അതെ, അത്രയും ശക്തമല്ലെങ്കിൽ പോലും എനിക്കൊന്ന് ഈ പശ്ചിമേഷ്യൻ സംഘർഷം യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ ആ തരത്തിൽ ആശങ്കയുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു. രണ്ടാമതായി ഈ എണ്ണ വാതക വിതരണം എന്നത് തടസ്സപ്പെടുകയും വലിയൊരു ആഗോളതലത്തിൽ തന്നെ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെ ഇന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചെടുക്കുന്നു. കേരള മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നില്ല. 5 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോക്ക്ഡൌണിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ചീഫ് സെക്രട്ടറിയെ അത് പിന്നീട് അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു ലോക്ക്ഡൌണിലേക്ക് രാജ്യം കടക്കുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നിലനിന്ന പശ്ചാത്തലത്തിലാണ് ഈ യോഗം വിളിക്കുന്നതും നടപടികളിലേക്ക് കടക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഒന്ന്, ഈ എണ്ണ വാതക വിതരണവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ 20% അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കപ്പൽപാതയായ ഹോർമൂസിലാണ്. അവിടെ ഇറാൻ വളരെ ശക്തമായ ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ ഒരു ടോൾ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ട് IRGC-യുമായി ഇടനില നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ആ വിവരങ്ങൾ നൽകുകയും അവർ കൃത്യമായി ടോൾ അടച്ച് മാത്രമാണ് അവർക്ക് സുരക്ഷിതമായ പാത ഒരുക്കുന്നത്. മാത്രമല്ല, ഇറാനുമായി സൗഹൃദ രാഷ്ട്രങ്ങൾ, ഇപ്പോൾ ഇന്ത്യ ആ പട്ടികയിൽപ്പെട്ടതാണ്. ആ പട്ടികയിൽപ്പെടുന്ന രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് അതിലെ കപ്പലുകൾ കൊണ്ടുവരേണ്ടത്. ഏതാണ്ട് 2000-ഓളം കപ്പലുകൾ ഈ കപ്പൽ ചാലിന്റെ 2 ഭാഗത്തുമായി ഇപ്പോഴും ഈ ഇന്ധനവുമായി കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിടുന്ന പ്രശ്നം അമേരിക്കയുടെ ആയുധങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഈ യുദ്ധത്തിനിടയിൽ 850 ടോമഹോക്ക് മിസൈലുകളാണ് അമേരിക്ക ഉപയോഗിച്ചു കഴിഞ്ഞത്. പെന്റഗണെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കണക്കായി അവരുടെ മുന്നിൽ നിൽക്കുന്നു. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസോ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ ഇനി കരയുദ്ധത്തിനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നതെങ്കിൽ അതിന് പൂർണ്ണ സജ്ജമായി ഇറാൻ നിൽക്കുകയാണ്. ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന കരയുദ്ധത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ യുവാക്കൾ യുദ്ധസന്നദ്ധരായി ഇറാനിലെ യുവാക്കൾ രംഗത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ സങ്കീർണതയിലേക്ക് ഈ പോവുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.